ബീഹാറിൽ പിറന്ന ഒരു കുഞ്ഞിളം കാറ്റ് ക്രിക്കറ്റ് മൈതാനങ്ങളിലേക്ക് പടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ക്രിക്കറ്റ് പണ്ഡിറ്റുകൾക്ക് ഇനിയും വിശദീകരിക്കാനാകാത്തൊരു പ്രതിഭാസമായി ആ കാറ്റ് വീശിക്കൊണ്ടേയിരിക്കുന്നു. ബിഗ് മാച്ച് ഫ്ലോപ്പ്. അണ്ടർ 19 ഏഷ്യ കപ്പ് സെമിയിലും ഫൈനലിലും ആ ബാറ്റ് നിശ്ചലമായപ്പോൾ സോഷ്യൽ മീഡിയയിലെ വൈകാരിക ആരാധകർ അങ്ങനെയൊരു ടാഗ് വൈഭവ് സൂര്യവംശിക്ക് ചാർത്തി കൊടുത്തിരുന്നു. പക്ഷേ അതിന് മറുപടി പറയാൻ വൈഭവ് സൂര്യവംശി എന്ന കൗമാരക്കാരനെ അധികകാലമൊന്നും കാത്തിരിക്കേണ്ടി വന്നില്ല. ഇന്ത്യയുടെ നീലക്കുപ്പായത്തിൽ കൗമാര ക്രിക്കറ്റിലെ ഏറ്റവും വലിയ മത്സരത്തിൽ തന്നെ അവൻ ആ വിമർശനങ്ങളെ ബൗണ്ടറിക്കപ്പുറത്തേക്ക് ഊർത്തിറക്കിയിരിക്കുന്നു. ആ ഇടങ്കൈയിൻ്റെ ശക്തിയിൽ പറന്നുപോയ ബൗണ്ടറികളും 175 റൺസ് എന്ന മാമൂത്ത് സ്കോറും സാക്ഷി. ക്രിക്കറ്റിൽ ഇതുപോലൊരു ഉദയം ഇതുവരെ ഉണ്ടായിട്ടില്ല. 15 വയസ്സ് തികയാൻ ഇനിയും ദിവസങ്ങൾ ബാക്കി നിൽക്കവേ ഈ ടീനേജർ സെറ്റ് ചെയ്തു വെക്കുന്ന ബെഞ്ച് മാർക്കുകളെ അത്ഭുതത്തോടെയല്ലാതെ ഒരാൾക്കും നോക്കി നിൽക്കാനാകില്ല. ദൈവവും രാജാവുമെല്ലാം നെറ്റിപ്പട്ടം ചാർത്തുന്ന ഇന്ത്യൻ ബാറ്റിംഗ് ലെഗസിയാക്കാൻ അതിലേറെ ഹൈപ്പുമായി മറ്റൊരാൾ വരുന്നു. ഹരാരെ സ്പോർട്സ് ക്ലബ്ബിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങുമ്പോൾ ഇംഗ്ലീഷ് ബോളർമാർ ഏറ്റവും അധികം ഭയപ്പെട്ടത് വൈഭവിൻ്റെ എൻട്രി തന്നെയായിരുന്നു. ബാല്യത്തിൻ്റെ കുസൃതി വിട്ടുമാറാത്ത മുഖത്തെ മറച്ചുവെക്കുന്ന ഹെൽമെറ്റുമായി വൈഭവ് ക്രീസിലേക്ക്. വൈഭവിൻ്റെ സ്റ്റാൻഡേർഡുകൾക്കനുസരിച്ച് പതുക്കിയായിരുന്നു ആ തുടക്കം. ആദ്യത്തെ 15 റൺസിലെത്താൻ 17 പന്തുകളെ നേരിട്ടു. സ്ട്രഗിൾ ചെയ്യുന്നു എന്ന് തോന്നിക്കവെയാണ് 6ാം ഓവർ എറിയാൻ അലക്സ് ഗ്രീൻ എത്തുന്നത്. ആ ഓവറിലെ ആദ്യ പന്തിനെ ഇടം കൈകൊണ്ട് അടിച്ചു തെറിപ്പിച്ച് വൈഭവ് കോൺഫിഡൻസ് വീണ്ടെടുത്തു. 9ാം ഓവറിൽ മിൻഡോയുടെ പന്തുകളിലാണ് വൈഭവ് തൻ്റെ വിശ്വരൂപം പുറത്തെടുത്തു തുടങ്ങുന്നത്. ആ ഇടതു കൈയൊന്ന് വീശിയടിച്ചാൽ പിന്നെ ഒരു ബൗളറും ഒരു ഡെലിവറിയും പ്രശ്നമല്ല എന്നൊരു സൂചനയായിരുന്നത്. സ്പിന്നും പേസുമായി പിന്നീട് ബൗളർമാർ മാറി മാറി വന്നു. പക്ഷേ അതിശയപ്പിറവിയുടെ ഷോട്ടുകളേറ്റ് നോക്കി നിൽക്കാനായിരുന്നു എല്ലാവരുടെയും നിയോഗം. ഒടുവിൽ 20ാം ഓവറിൻ്റെ ഒടുക്കത്തിൽ സെഞ്ചുറിയിലെത്താൻ വേണ്ടി വന്നത് വെറും 55 പന്തുകൾ മാത്രം. ഓൾറെഡി ഹൈ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന തൻ്റെ ഇന്നിങ്സിനെ മറ്റൊരു ഗിയർ ചേഞ്ച് കൂടി നടത്തി വൈഭവ് മാക്സിമം സ്പീഡിലെത്തിക്കുന്നതാണ് പിന്നീട് കണ്ടത്. പൊതുവെ ഏകദിന ക്രിക്കറ്റ് സ്ലോ പേസിലേക്ക് മാറുന്ന മിഡിൽ ഓവറുകളിൽ ഇന്ത്യൻ റൺ റേറ്റ് കുതിച്ചു കയറി. ഇംഗ്ലീഷ് ബോളർമാരുടെ മുഖം ചുവന്നു തൊടുത്ത സമയം. ഒടുവിൽ 26ാം ഓവറിൽ ലംസ്റ്റന്റെ പന്തിൽ വിക്കറ്റ് കീപ്പർക്ക് പിടികൊടുത്ത് വൈഭവ് മടങ്ങുമ്പോൾ സമ്പാദ്യം 79 പന്തിൽ 175 റൺസ്. 24 ഓവറുകൾ ഇനിയും ബാക്കിയുള്ളൊരു മത്സരത്തിൽ വൈഭവ് ഏതാനും ഓവറുകൾ കൂടി ക്രീസിൽ നിന്നിരുന്നുവെങ്കിൽ കൂടുതൽ അത്ഭുതങ്ങൾ സംഭവിക്കുമായിരുന്നു. വലിയ അപമാനത്തിൽ നിന്നും തങ്ങളെ രക്ഷിച്ചതിന് ഇംഗ്ലീഷ് ബോളർമാർ ദൈവത്തോട് നന്ദി പറഞ്ഞിരിക്കണം. അണ്ടർ 19 ലോകകപ്പിലെ ഒരു മത്സരത്തിൽ ഏറ്റവും അധികം സിക്സറുകൾ, ഫൈനലിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ, ഫൈനലിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി, ഒരു അണ്ടർ 19 ലോകകപ്പിലെ ഏറ്റവും ഉയർന്ന സ്കോർ, ഒരു ടൂർണമെൻറ്റിൽ ഏറ്റവും അധികം സിക്സറുകൾ. കൗമാര ക്രിക്കറ്റിലെ ഏതാണ്ട് എല്ലാ റെക്കോർഡുകളും അവന് മുന്നിൽ മുട്ടുകുത്തി നിന്നിട്ടുണ്ട്. കൂടെ ഫൈനലിലെ പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡും പ്ലെയർ ഓഫ് ദി സീരീസും. 15 തികയാൻ ഇനിയും ദിവസങ്ങളുള്ള വൈഭവിനെ 2 അണ്ടർ 19 ലോകകപ്പിൽ കളിക്കാൻ ഇനിയും ബാല്യം ബാക്കിയുണ്ട് എന്നതുകൂടി ഓർക്കണം. പക്ഷേ ICC അണ്ടർ 19 ടൂർണമെൻറ്റിൽ ഒരു കളിക്കാരൻ ഒരു തവണ മാത്രമേ പങ്കെടുക്കാവൂ എന്നൊരു റൂൾ BCCI വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈഭവിനെ ഇനി കാണാൻ സാധ്യതയില്ല. ഫൈനലിൽ മാത്രം കണ്ട പെർഫോമൻസ് ആയിരുന്നില്ല വൈഭവിൻ്റേത്. ലീഗ് ഘട്ടത്തിൽ ബംഗ്ലാദേശിനെതിരെ 67 പന്തിൽ 72, ന്യൂസിലാൻഡിനെതിരെ 23 പന്തിൽ 40, സൂപ്പർ 6ൽ സിംബാബ്വേക്കെതിരെ 30 പന്തിൽ 52, പാകിസ്ഥാനെതിരെ 22 പന്തിൽ 30. കൂടെ സെമിയിൽ അഫ്ഗാനെതിരെ ഇന്ത്യ റെക്കോർഡ് ചേസ് നടത്തുമ്പോൾ 33 പന്തിൽ 68. പക്ഷേ ഒരു സെഞ്ചുറി പോലുമില്ലെന്ന നിരാശ അയാൾക്ക് ബാക്കിയുണ്ടായിരുന്നു. പക്ഷേ കലാശപ്പോരിൽ ആ നിരാശ പൂർണ്ണമായി അങ്ങ് ഇല്ലാതെയായി. കൂടെ അമാനുഷിക ഇന്നിങ്സിൻ്റെ ചിറകിലേറി ഇന്ത്യക്ക് 6ാം കൗമാര കിരീടവും. ഒരു കാലത്ത് ക്രിക്കറ്റ് ലോകം ഇന്ത്യ തന്നെ ഭരിക്കുമെന്നാണ് അണ്ടർ 19 ലോകകപ്പ് വിജയം പറയുന്നത്. അവസാന 6 അണ്ടർ 19 ലോകകപ്പുകളിലും ഇന്ത്യ ഫൈനൽ കളിച്ചിട്ടുണ്ട്. അതിൽ 3 തവണയും കിരീടം, 3 തവണ ഫൈനലിൽ തോൽവി അറിഞ്ഞു. വൈഭവിനെ ഇന്ത്യൻ ടീമിലേക്ക് ഇനി എന്ന് വിളിക്കും? ഈ ചോദ്യം ഏറെക്കാലമായി അന്തരീക്ഷത്തിലുണ്ട്. പക്ഷേ ICC നിയമപ്രകാരം ഒരാൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറണമെങ്കിൽ 15 വയസ്സ് തികയണം. 2011 മാർച്ച് 27 ജനിച്ച വൈഭവിനെ 15 തികയാൻ ഇനിയും ദിവസങ്ങളുണ്ട്. വിജയ് ഹസാരെ ട്രോഫിയിൽ അരുണാചൽ പ്രദേശിനെതിരെ 36 പന്തിൽ സെഞ്ചുറിയും 59 പന്തിൽ 150 അടിച്ച് വൈഭവ് റെക്കോർഡ് തീർത്തിരുന്നു. IPL, യൂത്ത് ഏകദിനം, യൂത്ത് ടെസ്റ്റ്, ഇന്ത്യ A ടീം, മുഷ്താഖ് അലി ട്രോഫി, അണ്ടർ 19 ഏഷ്യ കപ്പ്, വിജയ് ഹസാരെ. യൂത്ത് ലെവലിലും സീനിയർ ലെവലിലും ഒരുപോലെ വൈഭവ് മിന്നിത്തിളങ്ങിയ വർഷമായിരുന്നു 2025. ടെസ്റ്റ്, ഏകദിനം, T20 എന്നീ 3 ഫോർമാറ്റിലും തൻ്റെ പ്രതിഭ തെളിയിക്കാനുമായി. IPL ഗുജറാത്തിനെതിരെ സെഞ്ചുറി നേടാൻ വേണ്ടി വന്നത് 38 പന്തുകൾ മാത്രം. മുഹമ്മദ് സിറാജ്, ഇഷാന്ത് ശർമ്മ, പ്രസിദ്ധ് കൃഷ്ണ, റാഷിദ് ഖാൻ, വാഷിംഗ്ടൺ സുന്ദർ അടക്കമുള്ള ലോകോത്തര ബൗളർമാരെയാണെന്ന് അടിച്ചു പരത്തിയത്. 2025 നിന്നും 2026 കിടക്കുമ്പോൾ വൈഭവ് തന്നിലുള്ള പ്രതീക്ഷകളും ഹൈപ്പും പുതിയ തലത്തിലേക്ക് ഉയർത്തുകയാണ്. ഒന്ന് മനസ്സുവെച്ചാൽ ക്രിക്കറ്റിലെ നാളിന്നു വരെയുള്ള എല്ലാ റെക്കോർഡുകളും വിശ്വാസങ്ങളും തിരുത്താനുള്ള യോഗ്യതയും കാലവും വൈഭവിന് മുന്നിൽ ബാക്കിയുണ്ട്. ക്രിക്കറ്റിൽ നാളിന്നു വരെ സൃഷ്ടിക്കപ്പെട്ട എല്ലാ ബെഞ്ച് മാർക്കുകളും തിരുത്താനുള്ള നിയോഗം ആ കൈകൾക്കാകുമോ? കാത്തിരിക്കാം.